യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾക്ക് പുടിൻ സന്നദ്ധത അറിയിച്ചതായുമാണ് സൂചന. റഷ്യ നിയന്ത്രണത്തിലാക്കിയ ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യുക്രൈൻ വിട്ടു നൽകണമെന്നാണ് നിലപാട് അമേരിക്കയ്ക്കുള്ളത്. എന്നാൽ വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നാണ് സെലൻസ്കിയുടെ നിലപാട്. ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് യുഎസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലാണ് ചർച്ചകൾ നടന്നത്. റഷ്യ നിയന്ത്രണത്തിലാക്കിയ ക്രിമിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യുക്രൈൻ വിട്ടുനിൽക്കണമെന്നാണ് അമേരിക്കയുടെ നിലപാട്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എന്താണ് വിവരങ്ങൾ? ഗോപിക, തീർച്ചയായും ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചകളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ പുടിനുമായി നടന്ന ചർച്ചകളിൽ വളരെ കൃത്യമായ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഈ ചർച്ചകൾ തുടരുന്ന ഒരു സാഹചര്യമാണ് ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്ന അവസാന ചർച്ചയിൽ 3 മണിക്കൂറോളം ചർച്ച നീണ്ടു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായും റഷ്യ മുന്നോട്ട് വെക്കുന്നത് ശാശ്വത സമാധാനത്തിന് തയ്യാറാണ് എന്ന നിലപാട് തന്നെയായിരിക്കും. മാത്രമല്ല, മറ്റൊരു സുപ്രധാന ഘടകം കൂടി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിമിയയുടെ നിയന്ത്രണം. നമുക്കറിയാവുന്നതാണ്, 2014 പിടിച്ചെടുത്ത, റഷ്യ സൈനിക നടപടിയിലൂടെ പിടിച്ചെടുത്ത ക്രിമിയയുടെ നിയന്ത്രണം റഷ്യക്ക് തന്നെ തുടരണമെന്ന ഒരു നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് അമേരിക്ക ഒരു സ്റ്റേറ്റ് എന്ന നിലയിലും മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ ഇക്കാര്യം അംഗീകരിക്കാനാവില്ല എന്നൊരു നിലപാട് സെലൻസ്കിയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതാണ് സമാധാന ചർച്ചകൾക്ക് ഒരു തടസ്സമായി വരാനുള്ള സാധ്യത എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങി എന്ന് വളരെ കൃത്യമായ നിലപാട് ഈ ചർച്ചകൾക്ക് ശേഷം റഷ്യയുടെ പ്രതിനിധി തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകാതെ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട്. നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു, അധികം വൈകാതെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകും. ഈ ആഴ്ചയോടെ ഇത് സംബന്ധിച്ച്, അതായത് ഇപ്പോൾ നിലവിലെ ഇന്ന് അവസാനിച്ച ഈ ആഴ്ചയോടെ സമാധാന ധാരണയിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷ നേരത്തെ തന്നെ ട്രംപ് പ്രകടിപ്പിച്ചിരുന്നു. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ സമാധാന ധാരണ അന്തിമ രൂപമായില്ലെങ്കിലും സമാധാന ധാരണയോട് ഏറെ അടുത്തുള്ള ഒരു നീക്കത്തിന്, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സമാധാന ധാരണയിലേക്ക് ഏറ്റവും അടുക്കുന്ന ഒരു സാധ്യതയിലേക്ക് ചർച്ചകൾ കൊണ്ടെത്തിക്കാൻ സാധിച്ചു സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള ചർച്ചകൾക്ക് അതിന് സാധ്യമായി എന്ന ഒരു ഏറ്റവും ശുഭകരമായ വാർത്തയാണ് വരുന്നത്. അധികം വൈകാതെ ഈ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ട്രംപ് പങ്കുവയ്ക്കുന്നത്. ഒരുപക്ഷെ ഈ മാസം തന്നെ അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യത്തിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ, അല്ലെങ്കിൽ 30 ദിവസത്തെ സമ്പൂർണ്ണ വെടിനിർത്തലിലേക്കുള്ള ഒരു ധാരണയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം ഏതാണ്ട് സമാധാനത്തിലേക്ക് നീങ്ങുന്നു എന്ന് കരുതാവുന്ന നീക്കങ്ങളാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ ഇക്കാര്യത്തിൽ എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ നിർണായകവുമാണ്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്.